ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു വിശേഷമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോണ അന്നത്തെ വിശേഷമാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ആഴ്ച മുന്നേ ഞാൻ പോയിട്ടുണ്ടായി. പക്ഷേ വീഡിയോസ് എല്ലാം എടുത്ത് വെച്ചിട്ട് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര തിരക്കിലായിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ പോയ അതേ ടൈമിൽ തന്നെ എൻ്റെ ബ്രദറും എൻ്റെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായി കേട്ടോ. ബ്രദറും വൈഫിൻ്റെ നാട്ടിലാണ്. അപ്പോൾ അവിടുന്ന് ഓരും വന്നിട്ടുണ്ടായി. പിന്നെ പോയ വിശേഷം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മായിൻ്റെ മരുമകളുടെ 7th മന്തിൻ്റെ കൂട്ടിക്കൊണ്ട് പോകൽ ചടങ്ങാണ് കേട്ടോ ഞങ്ങൾ പോയിൻ്റായത്. അപ്പോൾ അതിന് അപ്പങ്ങളൊക്കെ കുറേ ഉണ്ടാക്കാനുണ്ടായി. ഞാൻ പോകുമ്പോൾ തന്നെ അവിടെ ആൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ 1 or 2 ഇങ്ങനെ ഉണ്ടാക്കാനുണ്ടായി. ബാക്കിയെല്ലാം ഓരെല്ലാം ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പോയത് തന്നെ പെരേന്ന് ചായയെല്ലാം കുടിച്ചിട്ട് എൻ്റെ പെരേൻ്റെ ആപ്പോസിറ്റാണ് അമ്മായിൻ്റെ പെരുള്ളത്. അവിടെ പോയിട്ടാകുമ്പോൾ ഇതെല്ലാം ഒരു റെഡിയാക്കി കൊണ്ടുപോയി. പിന്നെ ഞാനും അങ്ങോട്ട് ഓർന്നപ്പോൾ കൂടിയിട്ടോ. അപ്പോൾ എൻ്റെ അളിയാക്ക മാങ്ങ കൊടുത്തിട്ട് മുറിച്ച് തരണതാണ് കേട്ടോ. ഞാൻ ഈ കൊല്ലത്തെ ആദ്യത്തെ മാങ്ങ കഴിച്ചതാണ്. അത് അന്നാണ് ഫസ്റ്റ് ഞാൻ ഈ കൊല്ലത്തെ മാങ്ങ കഴിച്ചത് തന്നെ. ഫസ്റ്റത്തെ പോലെ ഒന്നും തിന്നാൻ പറ്റില്ല കേട്ടോ. പല്ല് നല്ല പുളിപ്പുണ്ട് പല്ലിനെല്ലാം. അപ്പോൾ ഇത് അമ്മായിൻ്റെ മരമുള്ളത് കേട്ടോ. മൈലാഞ്ചി ഇട്ടും കൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഒരാൾ പരത്തലും ഒരാൾ പരത്ത് അടുപ്പിലും ചുടുന്നുണ്ട്, ഉള്ളിൽ ഗ്യാസുമേക്കും ചുടുന്നുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഏകദേശം എല്ലാം അടുപ്പിൽ തന്നെ ഞങ്ങൾ ചുട്ടെടുത്തിട്ടുണ്ടായി എണ്ണത്തിൻ്റെ ആൾ കേട്ടോ. അപ്പോൾ ഒരു 6-7 വകത്തെ എണ്ണത്തിൻ്റെ ആൾ ഞങ്ങൾ ആക്കിയിട്ടുണ്ടായി. മാങ്ങ ഞങ്ങൾ കുറേ പേരുണ്ട് കേട്ടോ. ഞങ്ങൾ അമ്മായിൻ്റെ 3 പെൺമക്കളും മരുമക്കളും പേരക്കുട്ടികളും മോനും മരോളും ഞാനും എൻ്റെ ആങ്ങളന്മാരെ 2 വൈഫും കുട്ടികളും എല്ലാം ഞങ്ങളന്ന് അമ്മായിൻ്റെ പേരെല്ലാം കേട്ടോ കൂടി ഉണ്ടായത്. അപ്പം കുറേ എല്ലാവരും കൂടിയപ്പം എത്രയോ കാലമായിട്ട് ഞങ്ങളങ്ങനെ കൂടിയ പോലെ തോന്നി. അമ്മായിൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞങ്ങൾ കൂടിയതാണ് അങ്ങനെ. പിന്നെ കൂടുന്നത് 7ാം മാസത്തെ ചടങ്ങിനാണ് കേട്ടോ. അപ്പം എല്ലാം ഉണ്ടാക്കി എൻ്റെ അമ്മ കേട്ടോ ഇത് പൊരിക്കുന്നത് എണ്ണക്കടി. ഒരാൾ പരത്തലും ഒരാൾ ഇതാക്കലും എല്ലാവർക്കും ഓരോരോ പണി ഏറ്റിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അമ്മായിൻ്റെ മരുമകളുടെ മൈലാഞ്ചി ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടായി കേട്ടോ. ഓൾക്ക് ഇരുന്ന് സുസ്തായപ്പോൾ നെഞ്ചി നടക്കുകയാണ്. അപ്പോൾ അമ്മായിൻ്റെ മോൾ നല്ലൊരു ടൈലറാണ് കേട്ടോ. അപ്പോൾ ഓൾക്ക് കുറച്ച് തുന്നുന്ന പണിയെല്ലാം ഉള്ളതുകൊണ്ട് ഓൾ അവിടെ തുന്നാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ടൈലറാണ്. എങ്ങനത്തെ ബ്ലൗസ് ആവട്ടെ എങ്ങനത്തെ ഡിസൈൻ ആവട്ടെ ഓൾ തുന്നാം കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാത്രി 12 മണിയായിൻ്റെ അവിടുന്ന് പെരയ്ക്ക് പോകുമ്പോൾ കേട്ടോ. പിന്നെ പിറ്റേ ദിവസത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഞങ്ങളുടെ പെരയിൽ അവിടുത്തെ അടുത്തുള്ള ഒരു ആൾ വിൽക്കാൻ വേണ്ടി കൊടുന്ന് വെച്ചതാണ് കേട്ടോ. വിൽക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ആട്ടോയിൽ കയറ്റിക്കൊണ്ട് വിൽക്കും. പിന്നെ ബാക്കിനെ കൊടുത്തിട്ട് അവിടെ ഞങ്ങളുടെ പേരടുത്ത് കുറച്ച് സേഫ്റ്റി ആയിട്ട് ഉണ്ടായിക്കോട്ടെ പറഞ്ഞിട്ട് വെക്കണതിന് നല്ല മണ്ണും ചട്ടിയാണ് കേട്ടോ. ഒന്നിനൊക്കെ എനിക്ക് ഈ ചെറിയ ചട്ടി ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല മൂടിയൊക്കെ ഉള്ള ചട്ടിയാണ്. പിന്നെ ഞങ്ങളുടെ മക്കൾ പറഞ്ഞാൽ ഇതെൻ്റെ മോളും പിന്നെ അനിയന്മാരെ 2 മക്കളും പെൺകുട്ടികളാണ് കേട്ടോ. എൻ്റെ ഒരു അനിയനക്ക് ചെറിയവനക്ക് ഒരു കുട്ടിയുള്ളൂ, വലിയവനക്ക് 2 കുട്ടി, ഒരാണും പെണ്ണും. എനിക്ക് 3 മക്കളാണ് കേട്ടോ. അപ്പം കുട്ടികളുടെ ചിരിയും കളിയും എല്ലാം ഒന്നായപ്പം ഓറിൻ്റെ ഒരു ലോകം തന്നെ വേറെയാണ് കേട്ടോ. ചിരിയും കളിയും അടിയും കുത്തും കരച്ചിലും മാന്തലും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മാൻ്റെ പെര പണി നടന്നുകൊണ്ടായി കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഓർക്ക് ലിൻറ്റിൽ കെട്ടാൻ വന്നിട്ടുണ്ടായി. ഇങ്ങനെ ഇഷ്ടം RCCക്ക് ഇതിടും. അപ്പോൾ അന്ന് ഓർക്കെല്ലാം ചോറ് പെരന്നാണ് കേട്ടോ. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. വന്നത് എൻ്റെ ആങ്ങളാണ് കേട്ടോ, ചെറിയ ആങ്ങള. അപ്പോൾ ഞങ്ങൾ എന്തൊക്കെയാണ് അന്ന് ഞങ്ങളുടെ സൈഡത്തെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞങ്ങളുടെ മരത്തത്തെ ഒരു മാങ്ങ പോകുന്നുണ്ടായി കേട്ടോ. ആ മാങ്ങ പോത്തിട്ടൊന്നുമില്ല, പച്ച മാങ്ങ. അത് ഞങ്ങൾ ഉപ്പും മുളകും ഇട്ടിട്ട് തുണിയിൽ നല്ലോണം കല്ലമിട്ട് അടിച്ചിട്ട് തിന്നിട്ട് കാലിയാക്കിയിട്ടുണ്ടായി. ഒരേ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പം ബിരിയാണി പണികളൊക്കെ പത്ത് അടുപ്പിലാണ് കേട്ടോ. ഇതെൻ്റെ അമ്മ തീ കത്തിച്ച് കൊടുക്കുന്നതാണ്. അപ്പം ബിരിയാണി ഞങ്ങൾ പരത്ത് വെക്കാമെന്ന് വിചാരിച്ച് ഗ്യാസിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ ബിരിയാണിയെല്ലാം ഏകദേശം 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും റെഡി ആയിട്ടുണ്ടായി. പിന്നെ ഞങ്ങൾ എന്താ പറയൽ ദമ്മിനൊന്ന് വെച്ച് വിട്ടുണ്ടായി കേട്ടോ. ഒരു ചോറ് വയ്ക്കാൻ വരുന്നവർ ഒരു ദമ്മിലുണ്ടായിക്കോട്ടെ എന്ന് പുറത്തന്നെ വെച്ചിട്ടുണ്ടായി. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും പണിയെല്ലാം കഴിഞ്ഞ് 1 മണിയാകുമ്പോഴത്തേനും പണിക്കാരെല്ലാം പെരയ്ക്ക് വന്നിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് പണിയെടുക്കണ പണിക്കാർ പറഞ്ഞാൽ പുറമക്കാരൊന്നും അല്ല കേട്ടോ. എല്ലാം അറിയുന്ന ആൾക്കാർ തന്നെ. പുറമക്കാർ പറഞ്ഞിട്ട് ആറില്ല, എല്ലാം അറിയുന്ന എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികളും അല്ലാത്തവരും അതിന് ചെറിയത് ജൂനിയർമാരും ഒക്കെ ഉണ്ട്. എളാപ്പൻ്റെ മക്കളൊക്കെ കൂടിയിട്ടാണ് വീട് പണിയെടുക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം അങ്ങനെയൊക്കെ പോയി കിട്ടിയ കേട്ടോ. അപ്പോൾ പിറ്റത്തെ ദിവസത്തെ
സെവൻത്ത് മന്ത് പെണ്ണിനെ അമ്മായിൻ്റെ മരോളിനെ കൊണ്ടുപോകുന്ന ദിവസമാണ് കേട്ടോ ഇത്. അപ്പം മൈലാഞ്ചിക്ക് നല്ല ചോന്നിട്ടുണ്ടായി. നല്ല രസമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായി കേട്ടോ. ഓളുടെ അനിയത്തി തന്നെ ഇട്ട് കൊടുത്തതാണ് മൈലാഞ്ചി. അപ്പം പിറ്റേ ദിവസം പിന്നെ പറയാണ്ടല്ലോ, നല്ലോണം ഫുഡും പിന്നെ കളിയും ചിരിയും ഫ്രണ്ട്സും ഫാമിലീസും അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായി കേട്ടോ. ഏകദേശം ഒരു 200-300 ആളിനെ വെച്ചിട്ടുള്ള ഒരു ഫങ്ഷൻ ആയിരുന്നു കേട്ടോ. അപ്പം നെയ്ച്ചോറും ഇറച്ചിക്കറിയും കബാബും കച്ചമ്പറും അങ്ങനെയൊക്കെയായിരുന്നു ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ചായ പരിപാടികളും ഉണ്ടായി കേട്ടോ അവിടെ. പിന്നെ 7th മന്തിൽ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞങ്ങളുടെ സൈഡിലെല്ലാം എന്താ ഫുഡിനെക്കായും ഞങ്ങൾ തിണ്ടിയാണ് കേട്ടോ ഉണ്ടാക്കൽ. എണ്ണക്കടികൾ എത്ര ആവും അത്ര ഞങ്ങൾ വെച്ച് കൊടുക്കും കേട്ടോ. അത് ഇനി എത്ര ആയാലും തിരക്കില്ല. ഞങ്ങൾക്ക് മെയിനായിട്ട് അന്നത്തെ ദിവസം വേണമായത് എണ്ണക്കടികളാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫാമിലിയാണ് കേട്ടോ. അമ്മായിൻ്റെ മക്കളും പേരക്കുട്ടികളും മൂത്തമ്മൻ്റെ മരുമക്കളും അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായി. പിന്നെ എല്ലാവരും കൂടിയതല്ലേ, അപ്പോൾ സന്തോഷം എല്ലാം ഉണ്ടായിട്ടോ പരിപാടിയിൽ. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് പരിപാടി അങ്ങോട്ട് ഞങ്ങൾ തന്നെ ഏറ്റെടുത്തിട്ടുണ്ടായിട്ടോ. അത് ആർക്കും വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ നാടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒരു ഹാർട്ടെങ്കിലും ഇടുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.